വർഷങ്ങളായിട്ട് എന്തിന് ഇത്ര നന്മ നിറഞ്ഞ മറിയം ചെല്ലണം, ഒരു 3 നന്മ നിറഞ്ഞ മറിയം ചെല്ലിയാ പോരെ എന്ന പൈശാചിക പീഡ എന്നെ അലട്ടിയിരുന്നു. മരിയൻ ജപമാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം: പ്രേയിങ് വിത്ത് മേരി, മെഡിറ്റേറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് ജീസസ്. പരിശുദ്ധ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ ജീവിതം ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിന്റെ അനന്തയോഗ്യതയിൽ ജപമാല ചൊല്ലുന്നവർക്കും ആർക്കു വേണ്ടി ജപമാല ചൊല്ലുന്നുവോ അവർക്കും പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും. അതുവഴി പൈശാചിക പീഡ, രോഗ, ദുഃഖ, ഭയങ്ങൾ ഇവ അപ്രത്യക്ഷമാകുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവർ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാകുന്നു. 1533 ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, കൂലിപ്പണിക്കാരൻ ജുവാൻ ദിയേഗോ മരിക്കാൻ കിടക്കുന്ന അമ്മാവന് തളർന്നു കിടക്കുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് ഒരു വൈദികനെ വിളിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ആകാശത്ത് നിന്ന് ഒരു പ്രകാശവ്യൂഹം ഇവന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നു. ആ പ്രകാശവ്യൂഹത്തിൽ ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീരൂപം ജുവാൻ ദിയേഗോയോട് പറഞ്ഞു, ഞാൻ യേശുവിന്റെ അമ്മയായ മറിയമാണ്. ഇവിടെയുള്ള ബിഷപ്സ് ഹൗസിൽ ചെന്ന് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. യേശുവിന്റെ അമ്മയായ മറിയം പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയണം. ഇതായിരിക്കും തെളിവ്. മരിക്കാറായി കിടക്കുന്ന എൻ്റെ അമ്മാവൻ നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത് കാണും. ആ വലിയ അത്ഭുതം നടന്നു. വലിയ സന്തോഷത്തോടെ അയാള് ബിഷപ്സ് ഹൗസിലേക്ക് പോയി. ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പള്ളി പണിയാൻ പറ്റുകയില്ല, നിനക്ക് വല്ല തെളിവുമുണ്ടോ? അവൻ പറഞ്ഞു, എൻ്റെ അമ്മാവൻ തളർന്നു കിടക്കുകയായിരുന്നു, മരിക്കാറായി കിടന്നയാള് അത്ഭുത സൗഖ്യം പ്രാപിച്ചു. എൻ്റെ അമ്മാവൻ കിടപ്പ് രോഗിയാണെന്നോ സുഖപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കതറിയത്തില്ല, അതിനുവേണ്ടി ഒരു പള്ളി പണിയാനും പറ്റുകയില്ല. അവൻ വളരെ വിഷമിച്ച് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ആ പ്രകാശവ്യൂഹം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവനോട് സംസാരിച്ചു, നീ ഒരിക്കൽ കൂടെ ബിഷപ്സ് ഹൗസിൽ പോകണം. വലിയ രാജ്യമായ മെക്സിക്കോയിൽ ഒരിടത്തും പൂക്കൾ ഇല്ലാത്ത കാലമാണ്. നീ ചെല്ലുമ്പോൾ ധാരാളം പൂക്കൾ കാണും. അത് ശേഖരിച്ച് ബിഷപ്പിന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കണം. അവൻ മലയുടെ മുകളിൽ ചെന്നപ്പോൾ ധാരാളം പൂക്കൾ കണ്ടു. അവനത് അവന്റെ മേൽമുണ്ടിൽ ശേഖരിച്ചു. മലയിറങ്ങി ബിഷപ്സ് ഹൗസിൽ ചെന്നു. വീണ്ടും ഈ കാര്യം പറഞ്ഞു. മേൽമുണ്ട് വിടർത്തി പുഷ്പം താഴോട്ടിട്ടു. പ്രത്യക്ഷപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ, പച്ച പെയിന്റ് അടിച്ച ഫോട്ടോ ആ മേൽമുണ്ടിൽ പതിഞ്ഞു. ഗ്യാദലൂപ്പെ മാതാവ്. 500 കൊല്ലമായിട്ടും ഇപ്പോഴും ആ മേൽമുണ്ട് അവിടെ പ്രദർശനത്തിന് തൂക്കിയിട്ടിട്ടുണ്ട്.